സുധാകരന്റെ മുല്ലപ്പൂ പരാമർശം കാവ്യാത്മകമായി കണ്ടാൽ മതിയെന്ന് രമേശ് ചെന്നിത്തല. CS സുജാതയ്ക്കെതിരായ സുധാകരന്റെ പരാമർശങ്ങളെ പിന്തുണച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. സുധാകരൻ ഒരു കവിയാണെന്നും അദ്ദേഹത്തിന്റെ വാക്കുകളെ കാവ്യാത്മകമായ അർത്ഥത്തിൽ എടുത്താൽ മതിയെന്നുമാണ് ചെന്നിത്തലയുടെ നിലപാട്. മുല്ലപ്പൂവും തുളസിപ്പൂവും ചൂടുന്നത് മോശം കാര്യമായി കാണേണ്ടതില്ല. നായന്മാർ മാത്രമല്ല, എല്ലാവരും മുല്ലപ്പൂ ചൂടാറുണ്ട്. അമ്പലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയായ സുധാകരന്റെ വിജയം ഉറപ്പായപ്പോൾ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാനാണ് CPIM ശ്രമിക്കുന്നതെന്നും ചെന്നിത്തല ആരോപിക്കുന്നു. എന്തായാലും സുധാകരൻ ചെറ്റയെന്നോ നികൃഷ്ട ജീവിയെന്നോ ആരെയും വിളിച്ചിട്ടില്ല. നല്ല കാര്യമല്ലേ പറഞ്ഞത്. മുല്ലപ്പൂവ് എല്ലാവരും ചൂടും. നായന്മാർ മാത്രമല്ല, അദ്ദേഹം കവിയല്ലേ, കാവ്യാത്മകമായി പറഞ്ഞതായിരിക്കും, ചെന്നിത്തല പറഞ്ഞു. കേരളം നേരിട്ട പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും നേരത്തെ തന്നെ ഈ ആരോപണം തെളിയിച്ചിട്ടുണ്ടെന്നും മാത്യു കുഴനാടന്റെ വെളിപ്പെടുത്തലിനെ ശരിവെച്ച് രമേശ് ചെന്നിത്തല പറഞ്ഞു. അമിക്കസ് ക്യൂറിയും ഇത് ശരിവെച്ചിട്ടുണ്ട്. മുൻകരുതലില്ലാതെ ഡാമുകൾ തുറന്നതാണ് പ്രളയത്തിന് കാരണമെന്നും ചെന്നിത്തല പറഞ്ഞു. ആരെങ്കിലും സ്വന്തം പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുമോ? മറ്റുള്ളവരല്ലേ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കേണ്ടത്? 0 മാർക്കാണ് താൻ നൽകുന്നത്. അർദ്ധസത്യങ്ങളും അസത്യങ്ങളുമാണ് റിപ്പോർട്ടിലുള്ളത്. LDF പ്രകടന പത്രികയിൽ കർഷക ദ്രോഹമാണുള്ളത്. മുഖ്യമന്ത്രി വായിക്കാതെയാണോ പ്രകടന പത്രിക ഇറക്കിയതെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ഒടുവിൽ പ്രകടന പത്രിക തിരുത്തേണ്ടി വന്നു. മലയോരത്തെ ജനങ്ങൾ കനത്ത തിരിച്ചടി നൽകും. ശബരിമലയെക്കുറിച്ച് എന്താണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ മിണ്ടാത്തത്? സ്വർണ്ണക്കൊള്ള നടത്തിയവരെ സംരക്ഷിക്കുകയാണ്. ഭക്തരോടുള്ള അനീതി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. അതേസമയം ജാതി അധിക്ഷേപത്തിൽ സുധാകരനെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് CPIM. പാർട്ടിയുമായി ആലോചിച്ച ശേഷം തുടർ നടപടിയെപ്പറ്റി തീരുമാനിക്കുമെന്ന് സുജാത പ്രതികരിച്ചു. CS സുജാതയ്ക്കെതിരെ കടുത്ത അധിക്ഷേപ പരാമർശവുമായിരുന്നു സുധാകരൻ രംഗത്തെത്തിയത്. സുജാത നായന്മാരുടെ വീട്ടിൽ മാത്രമേ പോകൂ എന്നതായിരുന്നു സുധാകരൻ പറഞ്ഞത്. അവരുടെ സ്ഥലം കായംകുളമാണ്, എന്നിട്ട് അമ്പലപ്പുഴയിൽ വന്ന് നിൽക്കുകയാണ്. നായരാണെന്ന് മനസ്സിലാക്കാൻ മുല്ലപ്പൂവും തുളസിപ്പൂവും വെച്ചാണ് സുജാത പോകുന്നത്. ഇവിടെ നായന്മാരുടെ വോട്ടൊന്നും കിട്ടില്ല. മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി നായരെയും ധീവരനെയും തെറ്റിക്കാൻ നടക്കുകയാണെന്നും സുധാകരൻ പറഞ്ഞിരുന്നു.